വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ പിള്ളയോട് ചോദിക്കുന്നുണ്ട്, താൻ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പിള്ള പറയുന്നുണ്ട്, ഞാൻ രാത്രി വീട്ടിൽ പോകും, പകൽ എവിടെ ഉണ്ടാകാറുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് പൊന്നിയോടും പിന്നെ ശാന്തയോടൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇത് പേര് പൊന്നി എന്ന് പറയുമ്പോൾ ശാന്തയെന്നും പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, പൊന്നിയുടെ വർഷങ്ങളായിട്ട് അടുക്കള പണിക്ക് ഉള്ളതാണ്, പിന്നെ അത് ശാന്ത കുഞ്ഞിനെ നോക്കാനായിട്ട് ശാലിനി ഏർപ്പാടാക്കിയതാണ്, ശാരദാമ്മയുടെ ഹോട്ടലിലെ സഹായത്തിന് നിൽക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ പൊന്നി ശാന്തയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കുഞ്ഞിനോടൊപ്പം നിങ്ങളാണ് ഉണ്ടായിരുന്നതല്ലേ? അന്നേരം ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം പൊന്നി പറയുകയാണ്, അടുക്കളപ്പുറത്തെ ജനലിൻ്റെ അതിൽ ആരും ഓടിപ്പോകുന്നത് കണ്ടു, ചെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം റസാഖ് പറയുന്നുണ്ട്, അപ്പോൾ 2 ദിവസത്തിന് മുന്നേ ഇവിടെ കള്ളൻ്റെ വേഷത്തിലേ വന്നത്, അപ്പോൾ അവൻ കക്കാനല്ല വന്നത്, ഈ കുഞ്ഞിനെ ലക്ഷ്യമിട്ടായിരിക്കണം വന്നിട്ടുള്ളത്, അപ്പോൾ ഇപ്പോൾ അവനായിരിക്കണം കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഈ വീട്ടിലെ ആരുടെ സഹായം ഇല്ലാതെ അവനെ അകത്ത് കിടക്കാനായിട്ട് സാധിക്കില്ലല്ലോ, എന്തുണ്ടായാലും ഞാൻ കണ്ടുപിടിക്കുമെന്നെങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശാന്തയുടെ ഫോണിലേക്ക് രാജേന്ദ്രൻ വിളിക്കുകയാണ്. അന്നേരം ഫോൺ എടുക്കുന്നില്ല, ശാന്ത അങ്ങ് കട്ട് ചെയ്യുകയാണ്. അന്നേരം ഫോൺ എടുക്കുമെന്ന് ഇങ്ങനെ റസാഖ് പറയുമ്പോൾ അത് കെട്ടിയവനാണ്, വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എന്തെങ്കിലും അത്യാവശ്യത്തിലാണെങ്കിലും എടുക്കുമെന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ വീണ്ടും വിളിക്കുന്നുണ്ട്. ശാന്ത ഫോൺ എടുക്കുകയാണ്. അന്നേരം ഹലോ എന്നാക്കുമ്പോൾ, നീ ഇത് എവിടെ പോയി കിടക്കുകയാടി, എന്താടി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, നീ ആരുടെ കൂടെ ആടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കുറേ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം അതെന്ന് പറഞ്ഞിങ്ങനെ ശാന്ത തപ്പുകയാണ്. അന്നേരം റസാഖ് ഫോൺ ഇങ്ങതാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഹലോ എന്നാക്കുകയാണ്. അന്നേരം നിങ്ങളാരാ, ഞാൻ എൻ്റെ ഭാര്യയാണ് വിളിച്ചത്, നീ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ വിളിക്കുമ്പോൾ നീ എന്തിനാ എടുത്തത്, എനിക്ക് നിന്നെയാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ രാജേന്ദ്രൻ തട്ടിക്കയറുകയാണ്. റസാഖിന് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. റസാഖ് പറയണം, എൻ്റെ പേര് റസാഖ്, ചെറിയൊരു പണിയുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാജേന്ദ്രൻ ആകെ പേടിച്ച് അയ്യോ പെട്ടോ എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുകയാണ്. വീണ്ടും റസാഖ് തിരിച്ച് വിളിക്കുമ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി റസാഖ് വിളിക്കുമ്പോൾ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അന്നേരം സ്വിച്ച് ഓഫ് ആണെന്ന് റസാഖ് പറഞ്ഞിട്ട് ആളിനെന്താ പണിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ജോലിക്കും പോയില്ല, കള്ള് കുടിച്ചിങ്ങനെ നടപ്പാണ്, കള്ള് തലയ്ക്ക് കയറുമ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഫോണൊക്കെ കൊടുത്തിട്ട് റസാഖ് പിന്നെ സത്യഭാമയോട് പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് റസാഖ് അവിടെ നിന്ന് എല്ലാവരെയൊക്കെ നോക്കിയിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഭാമ ആകെ ഭാമ പറയുകയാണ്, ഞങ്ങൾക്ക് നമുക്കൊക്കെ ഇത്രത്തോളം വിഷമമുണ്ടാകുമ്പോൾ ശാലിനിക്കോ കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ ഒക്കെ എന്തുമാത്രം വിഷമമുണ്ടാകും, എടുത്തു കൊണ്ടുപോയവൻ ആരായാലും അവൻ്റെ തല ഇരുത്തി വീഴും എന്നിങ്ങനെയല്ല ശാപവാക്കുപോലെ പറഞ്ഞിട്ട് ഭാമ അങ്ങകത്തേക്ക് പോകുന്നുണ്ട്. പിന്നാലെ പൊന്നിയും ശാന്തയൊക്കെ കയറി പോവുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുകയുണ്ടോ, പിള്ളേ എന്ത് പടയത് കുഴപ്പമാവുമോ എന്ന് ചോദിക്കുമ്പോൾ സാറൊന്നും ഒന്നും പേടിക്കേണ്ട, സാറൊന്നും അറിഞ്ഞിട്ടുമില്ല, ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല, എന്ത് വന്നാലും ഈ പിള്ള ഡീൽ ചെയ്തോളാം, സാറ് പേടിക്കേ വേണ്ട, നമ്മളിത് ആരോടും പറയുന്നുമില്ല, ആരും തിരക്കി വരുന്നുമില്ല, സാർ സമാധാനമായിട്ടിരിക്കുമെന്ന് പിള്ള രാഘവൻ നായരോട് പറയുകയാണ്. അതിനുശേഷം അവിടെ ആ ശിശുക്ഷേമ സമിതിയുടെ ആ ഒരു അമ്മ തൊട്ടിൽ എന്ന ഒരു സ്ഥാപനത്തിലേക്ക് മൂർത്തിയും പിന്നെ അരുണയും കൂടി എത്തുകയാണ്. അന്നേരം വെളിയിൽ ഒരാളവരെ കാത്തു വെപ്പുണ്ട്. ശാലിനി മേഡം, കളക്ടർ മേഡം പറഞ്ഞിട്ടല്ലേ ചോദിക്കുമ്പോൾ അതെ, സൂപ്രണ്ട് നിങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല, ഇറങ്ങാൻ നേരത്തെ 2 കക്ഷികൾ വന്നു, ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട്, വീട്ടിൽ അങ്ങനത്തെ ഏർപ്പാടില്ലാത്തതാണ്, എന്നാലും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ സൂപ്രണ്ടിന് വേറെ എവിടെയും നിങ്ങളെ കണ്ടിട്ട് പോകണം, വരുമെന്നും പറഞ്ഞ് സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നവരിയ്ക്കുകയാണ്. ആ വന്ന കൂടെയുള്ള ആൾ ഇവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് അവരിങ്ങനെ, ഞാൻ അരുണ കൃഷ്ണമൂർത്തി, ഇത് കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുടുംബജീവിതത്തിന് സമയമൊക്കെ കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോഴത്തെ തിരക്കുകളും കാര്യങ്ങളും വെച്ച് വേണമെന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ 2ാം സ്ഥാനമുള്ളൂ, കുടുംബജീവിതത്തിനാണ് ഏറ്റവും പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണമൂർത്തിയും പറയുന്നുണ്ട്, എല്ലാം സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ, അനുഭവിക്കാൻ കൂടി ആൾ വേണ്ടേ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പിന്നെ പറയുന്നുണ്ട്, കുട്ടികളെ ഒന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് അനുസരിച്ച് കളക്ടർ മാഡം പറഞ്ഞതുകൊണ്ടുമാണ് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, പിന്നെ ഇവിടുത്തെ ചെറിയൊരു കൺസിഡറേഷനൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുട്ടികളെ കാണിക്കുക എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ തിരക്കി, അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കുറേ വശങ്ങളൊക്കെ പറയുന്നുണ്ട്, കുട്ടികൾ ദത്തെടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇവിടുത്തെ കുട്ടികളെ നിങ്ങളുമായിട്ട് എങ്ങനെ ഇടപഴകും എന്നുള്ളതാണ്, ആ കുട്ടി നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുമോ, അങ്ങനെ 1-2 സാഹചര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും, അതനുസരിച്ച് നിങ്ങൾ വന്നു പോവുകയൊക്കെ വേണം എന്നൊക്കെ പറയുകയാണ്. അതായത് പെട്ടെന്ന് കുട്ടിയെ മാറ്റി പാർപ്പിക്കാൻ, കുട്ടീൻ്റെ മാനസികാവസ്ഥ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം കുട്ടികളെ കാണിക്കാനായിട്ട് അയാൾ പറയുമ്പോൾ അരുണ പറയുന്നുണ്ട്, ഇപ്പോൾ സാറ് ഒരു റിക്വസ്റ്റാണ്, സാറ് കാണിക്കാൻ പോകുന്നത് മുതിർന്ന കുട്ടികളായിരിക്കില്ലേ, പക്ഷേ എനിക്ക് നമ്മുടെ മാത്രമായിട്ട് കുട്ടിയായിട്ട് ഓർമ്മ വയ്ക്കുന്നപ്പോൾ നമ്മൾ തന്നെ അച്ഛനും അമ്മയും മാത്രമായിട്ട് നമ്മുടെ ഒരു സ്വാർത്ഥതയായിട്ട് കരുതാം, അല്ല അങ്ങനെയുള്ള കുട്ടിയാണ് ആവശ്യമെന്ന് പറയുമ്പോൾ, അപ്പോൾ അരുണ ഉദ്ദേശിക്കുന്നത് ഒരു കൈക്കുഞ്ഞിനെയാണോ എന്ന് ചോദിക്കുകയാണ്. സൂപ്രണ്ട് ചോദിക്കുക. അന്നേരം അതേന്ന് പറയുമ്പോൾ പിന്നെ എങ്കിൽ ഇന്നലെ അമ്മത്തൊട്ടിൽ കിട്ടിയ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. പിന്നെ ശാലിനി മാഡം പറഞ്ഞതുകൊണ്ടും പിന്നെ നിങ്ങൾ നല്ലൊരു അച്ഛനും അമ്മയുമായ അരുണ
ആ കുട്ടിക്ക് നല്ലൊരു അമ്മയും കൃഷ്ണമൂർത്തി നല്ലൊരു അച്ഛനും ആയിരിക്കും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. അതായത് ശാരികയുടെ കുട്ടിയെ ഈ ഒരു പിള്ളയാണെങ്കിൽ ഈ ഒരു അമ്മത്തൊട്ടിലേക്കാണ് കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോൾ ആ കുഞ്ഞിനെയാണ് ഇവർക്ക് ദത്തെടുക്കാൻ കാണിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ അരുണയും കൃഷ്ണമൂർത്തി ആകെ സന്തോഷത്തിരിക്കുകയാണ്. ഇതേസമയം അവിടെ രാഘവൻ നായർ ഉമ്മർത്ത് ഇങ്ങനെ ആകെ ആ ഒരു സോപാനത്തിൽ വെളിയിൽ തെണ്ണയിൽ ഇങ്ങനെ പിള്ളയെ നോക്കിയിരിക്കുകയാണ്. ഇയാളത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നേരം പൊന്നി ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ ചായ എന്ന് പറയുമ്പോൾ ഞാൻ ചായ ചോദിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ചോദിച്ചു എന്ന് പറയുമ്പോൾ ചോദിച്ചിരുന്നു നീ തന്നേന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് നീ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം എന്താ സാറിന് എന്തെങ്കിലും പ്രശ്നം? ഒരു കുഴപ്പമില്ല, നീ നിൻ്റെ പണി നോക്കി പോയെന്ന് പറയുമ്പോൾ പിള്ള ഇങ്ങനെ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അന്നേരം എടോ പിള്ള താൻ എവിടെയായിരുന്നു, തന്നെ കാണാൻ ഞാൻ ആകെ പരിഭ്രമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇവളെന്തിനാ അവിടെ നിൽക്കുന്നതിന്, കടകളിൽ പണിയൊന്നുമില്ല, പോയി പോയെന്ന് പറഞ്ഞ് പിള്ളയും പറയുകയാണ്. അന്നേരം പിള്ളച്ചേട്ടനെ എന്നോട് ചൂടാവുന്ന ഇതെന്തു കൂത്ത്, ഒരു കാര്യസ്ഥം വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് പൊന്നു ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം എടോ താൻ എവിടെയായിരുന്നു, താൻ എന്താ കൊച്ചിനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പിള്ള പറയുകയാണ് സാറൊന്ന് പതുക്കെ, ഈ കാര്യം നമ്മൾ രഹസ്യമായിട്ട് ചെയ്തത് ഇങ്ങനെ പരസ്യമായി പാട്ടാക്കുമോ സാറ്, അതിനൊന്നും സംഭവിച്ചിട്ടില്ല, അതിനെ കൊണ്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറയുകയാണ്. അന്നേരം എന്നാലും അത് എവിടെയാണോ കൊണ്ടുവന്ന് കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ അവസാനം പിന്നെ ഇവരെല്ലാവരും തിരക്കില്ലേ, കണ്ടുപിടിക്കില്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതിനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥലത്താണ് ആക്കിയിരിക്കുന്നത്, അവിടെ ആരെങ്കിലും അതിനെ വന്ന് കൊണ്ടുപോയിക്കോളൂ, സുരക്ഷിതമായിട്ട് ജീവിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ രാഘവൻ നായർക്ക് ഒരു സമാധാനമാകുന്നുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും ജീവിക്കട്ടെ, അത് മതി, ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം പിള്ള ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, രാഘവൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇതേക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്ത് ചെയ്തു എന്നുള്ളത് എന്നിൽ തന്നെ രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിള്ള ആ ഒരു തലേദിവസത്തെ രാത്രി സംഭവം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശാന്ത ഇങ്ങനെ കൊച്ചിനെ കിടത്തിയിട്ട് അപ്പുറത്തേക്ക് മാറിയ സമയത്ത് പിള്ള പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ആ ഒരു അരുണയൊക്കെ ചെന്നിരിക്കുന്ന ആ ഒരു ക്ഷേമ സമിതിയുടെ ആ ഒരു അമ്മത്തൊട്ടിൽ, ആ ഒരു തൊട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുമല്ലോ, ആ തൊട്ടിൽ ഇങ്ങനെ കുഞ്ഞിനെ കിടത്തിയിട്ട് പിള്ള ഇങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതേസമയം അവിടെ അരുണയും പിന്നെ കൃഷ്ണമൂർത്തിയും കൂടി കുഞ്ഞിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു കരച്ചിലും കേൾക്കുമ്പോഴേ ഇവരിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഒരു ആയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നുണ്ട്. അന്നേരം അരുണ ഓടിച്ചെന്ന് കുഞ്ഞിനെയും എടുക്കുകയാണ്. തുടർന്ന് മൂർത്തിയും ചെന്ന് കുഞ്ഞിനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ മൂർത്തി കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു സ്വന്തം ഒരു കുഞ്ഞിനെ എന്ന പോലെ തന്നെ അവരാകെ സന്തോഷത്തിൽ ഇതിനെ എടുത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ കാണിക്കുന്നുണ്ട് ശാരികയുടെ കുട്ടിയാണ് എന്നുള്ളത്. അവിടെ നിന്ന് പിള്ള എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ട സീൻ ഒന്നുകൂടി കാണിക്കുകയാണ്. അതായത് ആ കുട്ടിയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ആ ശാരികയുടെ കുട്ടിയെ ഇവർ അരുണയും കൃഷ്ണമൂർത്തിയും കൂടി ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേസമയം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശിവനും ശാലിനിയും ഒക്കെ. അന്നേരം ശിവൻ വന്ന് ചോദിക്കുന്നുണ്ട്, ശാലിനി വെള്ളം വല്ലതും വേണോ, കുറേ നേരമായില്ലേ ഇരിപ്പ് തുടങ്ങിയിട്ട്. അന്നേരം ശാലിനി ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ശിവനങ്ങ് മാറി നിൽക്കുകയാണ്. അതൊന്ന് അതിനകത്ത് നിന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്തായി ഡോക്ടറും ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പിന്നെ BP-യിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, ഇന്ന് ICU കിടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും പ്രശ്നം ചോദിക്കും, ഒരു കുഴപ്പമില്ല ചേച്ചിയുടെ കാര്യം എല്ലാം ഓക്കെയാണ്, ശാലിനി ഇന്ന് ഇവിടെ നിൽക്കണമെന്നില്ല, ഒരുപാട് തിരക്കുള്ളതല്ലേ, പൊയ്ക്കോളൂ, നമ്മളെല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ റസാക്ക് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. മാഡം സ്റ്റേഷനിൻ്റെ പിന്നെ ഒരു സ്ത്രീയെയും കുട്ടിയെയും നമ്മൾ വഴിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ലക്ഷണം കണ്ടിട്ട് ആ കുട്ടിയാണെന്ന് തോന്നുന്നു, മാഡം ഒന്ന് വന്നാൽ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുമ്പോൾ ശിവൻ എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം റസാക്ക് സ്റ്റേഷനിൽ ഒരു കുട്ടിയും സ്ത്രീയും പിടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ മോളാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശിവനാണെങ്കിൽ ശാലിനി അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതേസമയം അവിടെയാണെങ്കിൽ ആ ഒരു പിന്നെ കുഞ്ഞിനെ ദത്തെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് പിന്നെ കൃഷ്ണമൂർത്തിയും അരുണയും കൂടി കുഞ്ഞിനെ എടുത്ത് പുറത്തൊക്കെ നടക്കുകയാണ്. അന്നേരമാണെങ്കിൽ കണ്ടില്ലേ നമ്മുടെ മോള് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നേരത്തെ ആദ്യം കണ്ട ആൾ വരുന്നുണ്ട്. അയാൾ സുന്ദരി കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അന്നേരം സുന്ദരിക്ക് പേരിട്ടോ എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പേരിടലും എല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ എന്താ കൃഷ്ണമൂർത്തിക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം എന്നാണ് ഞാൻ പറയാൻ വരുന്നത്, അത് വേണ്ട, ഇപ്പോൾ എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ താലോലിക്കും ഉമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എങ്കിൽ എഗ്രിമെൻ്റ് പേപ്പറിൽ ഒപ്പിടാമല്ലോ എന്നയാൾ പറയുമ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അരുണ പറയുന്നുണ്ട്, ഇളങ്ങ് പോകുന്നുണ്ട്. അന്നേരം നമുക്ക് ഇവളെ രാജകുമാരിയെ പോലെ വളർത്തണമെന്ന് പറയുകയാണ്. അന്നേരം അവൾ രാജകുമാരി ആകുമ്പോൾ നമ്മൾ രാജാവിൻ്റെ ആജ്ഞയല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃഷ്ണമൂർത്തി വിഷമം വരുന്നുണ്ട്. ചെങ്കോലും കിരീടവും ഒക്കെ നഷ്ടപ്പെട്ട രാജാവ്, പിന്നെ എന്നെ ആരെങ്കിലും രാജാവെന്ന് വിളിക്കുമോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും സങ്കടപ്പെടാതെ എന്ന് പറയുകയാണ്. നമുക്ക് പിന്നെ സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാട് പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരും, വെള്ളിലൂടെയാണ് നമുക്കെല്ലാം തിരിച്ചു പിടിക്കുന്നതെങ്കിലും എന്ന് പറയുമ്പോൾ താൻ വീണ്ടും എനിക്ക് പ്രതീക്ഷ തരുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് കൃഷ്ണമൂർത്തിയുടെ മൂഡ് മാറ്റാനായിട്ട് അരുണ പറയുന്നുണ്ട്, പിന്നെ മോള് നമ്മുടെ മോള് വിചാരിക്കും ഇത്രയും ഗതികെട്ട വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്. അന്നേരം ഇല്ല, നമ്മളിതൊന്നും ഒരു പ്രശ്നമാവില്ല, അവൾ രാജകുമാരിയെ തന്നെ
നോക്കുകയോ ചെയ്യും. ഒന്നുകിൽ എല്ലാം ഞാൻ വെച്ചുകൂട്ടി അവസാനിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നേന്ന് തുടങ്ങും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അങ്ങനെ വേണം ആണുങ്ങൾ എന്നിങ്ങനെ എന്ന് പറയുകയാണ്. അന്നേരം മോളുടെ മോളുടെ അച്ഛൻ കണ്ടോ ഇത് നല്ലോണം എന്തൊക്കെ പറയുമ്പോൾ കൃഷ്ണമ്മ ശ്രദ്ധിക്കുകയാണ്, നീ എന്താ പറഞ്ഞത്? അന്നേരം മോളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞെന്ന് പറയുകയാണ്. അന്നേരം മോളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആ കൃഷ്ണമൂർത്തിക്ക് അകപ്പാടെ സന്തോഷം ഒരു കുട്ടിയെ കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റേഷനിൽ ശാലിനി ചെല്ലുമ്പോൾ അത് അവരുടെ കുട്ടിയെല്ലാം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇവർ ഈ കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇനി ശാലിനി ഈ കുട്ടിയെ കാണാനിട വന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ശാലിനിയുടെ കുട്ടിയാണെന്നുള്ളത്. പക്ഷേ അത് പിന്നെ എങ്ങനെ ശരിയാവുന്നതാണ്? ഇവർ സ്വന്തം കുട്ടിയെ പോലെ ദത്തെടുക്കുകയും ചെയ്തു. പിന്നീട് തിരിച്ചു കൊടുക്കുമോ, ഇനി അതിന് ശാലിനിയെ കാണാനൊരു ഇടയുണ്ടാകുമോ? ശാലിനിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിയുമ്പോൾ കുഞ്ഞിനായിരിക്കും തിരക്കുന്നത്. അതൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.